ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് ഹണിയും അതുപോലെ തന്നെ ആലോവേറ ജെല്ലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. അതായത് 1 ടേബിൾ സ്പൂൺ ഹണി ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആലോവേറ ജെല്ലും എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷനൊക്കെ മാറിക്കിട്ടാനായിട്ട് ആലോവേറ ജെല്ല് വളരെയധികം യൂസ്ഫുള്ളാണ്. ഫ്രഷ് അലോവേറ ജെല്ല് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ഇഫക്റ്റീവ്. സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ മാറിക്കിട്ടാനായിട്ട് ഹണിയും വളരെയധികം യൂസ്ഫുള്ളാണ്. ഈ 2 മിക്സും കൂടി ചേരുമ്പോഴത്തേക്കും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. ഇത് നിങ്ങൾക്ക് ഫേസിലും നെക്കിലും ഹാൻഡ്സിലും എവിടെയൊക്കെ ഡിസ്കളറേഷൻ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത റെമഡി എന്താണെന്ന് നോക്കാം. ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയും തേനും അതുപോലെ തന്നെ തൈരുമാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തിക്ക് പേസ്റ്റ് ഫോമിലാണ് നമുക്കിത് കിട്ടേണ്ടത്. സൺടാൻ മാറിക്കിട്ടാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് കേർഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. സൺടാൻ റിമൂവ് ചെയ്യാനുള്ള ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാക്കും നിങ്ങൾക്ക് ഫേസിലും ഹാൻഡ്സിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ്. അതുകൊണ്ട് തന്നെ ടാൻ വന്ന ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ആകാനും കൈ നല്ല ബ്രൈറ്റ് ആവാനും ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ ഫേസിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്. സോഫ്റ്റായിട്ട് മാത്രം മസാജ് ചെയ്യും. അടുത്ത പാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. തൈരും അതുപോലെ തന്നെ മഞ്ഞളും. മഞ്ഞൾ നിങ്ങൾക്ക് ഏത് മഞ്ഞൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നോർമൽ മഞ്ഞളോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തിക്ക് പേസ്റ്റ് ഫോമിൽ വേണം കിട്ടാൻ. എന്നിട്ട് കയ്യിലോ നെക്കിലോ എവിടെയാണോ നിങ്ങൾക്ക് ഡിസ്കളറേഷൻ ഉള്ളത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കടലമാവും കൂടി ചേർക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നാണെങ്കിൽ കടലമാവ് ചേർക്കരുത്, കുറച്ചുകൂടി നമ്മുടെ സ്കിൻ ഡ്രൈ ആവത്തേ ഉള്ളൂ. സൺടാൻ മാറാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഇത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്